ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൊച്ചു വ്ലോഗാണ്. ചിക്കു ക്രിസ്മസിന് നാട്ടിൽ വരുന്ന സമയത്തുള്ള വ്ലോഗ് ഇടണമെന്ന് കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആള് വന്നതും പോയതൊന്നും അറിഞ്ഞതേ ഇല്ല. 2 ദിവസമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാണ്. ചിക്കു ഇന്നലെ എത്തി. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ലുലു മോളിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് വന്നതാണ് ലുലു മോള്. അപ്പോൾ ചിക്കു വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ചിക്കു അതാ പുറകിലിരുന്നിട്ട് ഫിലിമിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. കുറേ കാലമായി തിയേറ്ററിൽ പോയിട്ടൊരു ഫിലിം കണ്ടിട്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറിയതാണ്. എന്നാൽ ചിക്കുവിന് പോകുന്ന സമയത്ത് RT-PCR നെഗറ്റീവായിട്ടുള്ള റിസൾട്ടും കൊണ്ട് വേണം പോകാനായിട്ട്. അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. നാളെ റിസൾട്ട് കിട്ടുള്ളൂ. ഞങ്ങൾ നേരെ ലുലു മോളിലേക്ക് പോവാണ്. അപ്പം ലുലു മോളിൻ്റെ അടുത്തെത്തി. ഭയങ്കര തിരക്കാണ്. അല്ലെങ്കിലേ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളത് മാത്രമല്ല, ഇപ്പോൾ ക്രിസ്മസും കൂടെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഇത് അവിടേക്ക് ഇറങ്ങാനുള്ള ഫ്ലൈ ഓവറാണ്. അവിടെ നിന്നൊക്കെ നല്ല പോലെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് ഏരിയ വലിയൊരു പാർക്കിംഗ് ഏരിയ ആണ്. ഇപ്പോൾ തുടക്കം ആയതുകൊണ്ടായിരിക്കും പാർക്കിങ്ങിന് ഇപ്പോൾ ഫീസൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ പാർക്കിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സ് നമുക്ക് അറിയാനായിട്ട് പറ്റും. മുകളിൽ ഇങ്ങനെ ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ടാവും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു. മോളിലേക്ക് എൻട്രി ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു അമ്മയും മോളും കൂടെ ഓടി വന്നു. താഴെ പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് തന്നെ കണ്ടിട്ട് പുറകെ വിളിച്ചുകൊണ്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടതേ ഇല്ല വിളിക്കുന്നതൊന്നും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഈ മോള് ഭയങ്കര ക്യൂട്ടായിട്ടൊരു മോളാട്ടോ. അപ്പം അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മോൾക്ക് നന്നായിട്ട് അറിയാം. മോളെപ്പോഴും കാണുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാസ്ക് മാറ്റിയപ്പോൾ തന്നെ ഒരു സെൽഫി എടുക്കട്ടെ എന്നുള്ള ഒരു കൊഞ്ചിക്കൊണ്ടുള്ള ആ ചോദ്യം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചിരിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയായിരുന്നു. ആ സമയത്ത് വേറൊരു ചേച്ചിയും വന്നു പരിചയപ്പെടാനായിട്ട്. ഒരുപാട് സന്തോഷം തോന്നും. നമുക്കിപ്പം എവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ളവരെ കാണുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഫാമിലി പോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ ഒരു പരിചയക്കുറവ് എനിക്ക് തോന്നാറില്ല. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അവർ അത്രയും അധികം സ്നേഹത്തോടെയാണ് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒത്തിരി അടുപ്പം തോന്നാറുണ്ട്. ഈ ചേച്ചി ഒരുപാട് നമ്മുടെ കേക്കുകളെല്ലാം ഉണ്ടാക്കാറുണ്ട്. എല്ലാ പരീക്ഷണങ്ങളും നടത്താറുണ്ട്. കേക്കുകൾ മാത്രമല്ല എല്ലാ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞു. മക്കളും മരുമക്കളും ഒക്കെ ഡെന്റിസ്റ്റുമാരായിട്ടുള്ള ഒരു ആളാണ്. അവിടെ നിന്ന സമയത്ത് ഒരു സബ്സ്ക്രൈബറും കൂടെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു സംസാരം. ഒത്തിരി സന്തോഷം തോന്നി. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നതായിട്ട് തോന്നി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് അറിയാണ്ട് നിറഞ്ഞുപോയി. ഇവർ നമ്മുടെ ചിക്കൂസ് ഫാമിലി ഫേസ്ബുക്ക് ഫാമിലി മെമ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ ലുലു മോളിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് കറങ്ങി കാണുകയാണ്. നല്ല തിരക്കാട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷേ എല്ലാ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. കുറേയൊക്കെ തുറക്കാനായിട്ടുണ്ട്. തുറന്ന ഷോപ്പിലാണെങ്കിലും നല്ല തിരക്കാണ് കേട്ടോ. കൂടുതൽ ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. ശരിക്കും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പലരും വന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പരിചയപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവരുടെയും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം സൈത്തേട്ടൻ്റെ കയ്യിലായിരുന്നു ക്യാമറ. സൈത്തേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്താണ് ഇവർ വന്ന് പരിചയപ്പെടുന്നതെങ്കിൽ സംസാരിക്കുന്നെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ പേരെ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോരോ ഷോപ്പുകളിലൊക്കെ അങ്ങനെ കയറി ഇറങ്ങി അങ്ങ് നോക്കുകയാണ്. പിന്നെ ഇവിടെ മുകളിൽ ഫുഡ് കോർട്ടിൽ വന്നു. ഇവിടെയാണെങ്കിൽ തിരക്കിന് ഒരു കുറവുമില്ല. പിന്നെ ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചു കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കേണ്ട എത്ര കേക്ക് തിന്നിട്ടും കേക്ക് മതിയാവുന്നില്ലേ എന്ന്. അതുകൊണ്ടല്ല, നമ്മൾ പല പുതിയ ടേസ്റ്റുകളൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
പുതിയ പുതിയ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാമല്ലോ. അത് വീഡിയോ ഇടാൻ വേണ്ടി അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പല സ്ഥലത്തും പോയിട്ടും. കേക്ക് അങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ കഴിക്കണമെന്നൊന്നും തോന്നാറൊന്നുമില്ല. എന്നാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ലോട്ടസ് ബിസ്കോഫിൻ്റെ കേക്കായിരുന്നു. നല്ല റേറ്റാണ്. പക്ഷേ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓടി വന്നു കേട്ടോ. അവിടെ ഒരു അച്ഛനും അമ്മയും മോനും കൂടെ ചെങ്ങന്നൂരിൽ നിന്ന് വന്നതാണ്. അവർ അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ ലുലു മോളിലും കയറി കാണാനായിട്ട് വന്നത്. കുറച്ച് നേരം നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും വേറൊരു ആളും കൂടെ വന്നു. അങ്ങനെ അവരെ പരിചയപ്പെട്ടു. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നും നമ്മുടെ സ്വന്തം ആൾക്കാരെ കാണുന്ന സമയത്ത്. അവർ വന്ന് പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ അവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയാണെന്നോ അങ്ങനെയൊന്നും തോന്നാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് നേരത്തെ പരിചയമുള്ള പോലെയാണ് തോന്നാറ് അങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ. നല്ലൊരു മിടുക്കൻ മോനായിരുന്നു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. ഇതിപ്പോൾ ഒരു ഗെയിം സോണാട്ടോ. വലിയൊരു ഏരിയ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫുഡ് കോർട്ടും ഉണ്ട്. പല തരത്തിലുള്ള ഗെയിംസാണുള്ളത്. ചിക്കു ഇന്നലെ എത്തിയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്നലെയും വന്ന് അവളോടൊന്ന് കറങ്ങിയിട്ട് പോയതാണ്. അവൾ വരാൻ വേണ്ടി കാത്തിരുന്നത്. പക്ഷേ അവൾ ഇന്നലെ വന്ന് അവളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങിയായിരുന്നു. നമ്മുടെ കൂടെ വരുന്ന പോലെ ആയിരിക്കില്ലല്ലോ കുട്ടികൾക്ക്. അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ കൂടി അവരെ എൻജോയ് ചെയ്യുമല്ലോ. അങ്ങനെ ഇന്നലെ വന്ന് കുറേ റൈഡിലൊക്കെ കയറി എല്ലാവരും കൂടി. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അത് അവൾ വന്ന സമയത്ത് എടുത്തിരുന്ന വീഡിയോസാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലൂ ലൈറ്റാണ് കേട്ടോ. മൊത്തത്തിലൊരു ബ്ലൂ ലൈറ്റ്. ശരിക്കും ആൾക്കാരെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നിട്ട് പോലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു സംസാരിക്കുകയൊക്കെ ചെയ്തു. ശരിക്കും ഇവിടെ മുഴുവനും ഗെയിംസിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. പലതരത്തിലുള്ള ഗെയിംസാണ്. കുട്ടികളൊക്കെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇറങ്ങി പോകാൻ സാധ്യതയില്ല. ചിക്കു പിന്നെ കുറച്ച് വലുതായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതിനെ. ഇവിടെ മേലെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് എന്തുമാത്രം ആൾക്കാരാണ് ഇപ്പോൾ ഈ ലുലു മോളിൽ ഉള്ളതെന്ന്. അത്രയധികം തിരക്കാണ്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഈ ഒരു സിപ്പ് ലൈൻ റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കയറി നമുക്ക് ലുലു മോളൊക്കെ മുഴുവനായിട്ടും കാണാനായിട്ട് പറ്റും. ഒരാൾക്ക് 250 രൂപയാണ് ചാർജ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു റോപ്പ് വേ ഒക്കെ പോലെ ലുലു മോൾ മൊത്തമായിട്ടൊന്ന് കറങ്ങിയൊന്ന് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെയൊക്കെ. ഒരുപാട് സന്തോഷം. ചിക്കുന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കണം. എനിക്ക് ഹെൽത്ത് അത്ര ഓക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും ഉണ്ടാക്കുന്നില്ല. സ്നാക്സ് ഒന്നും വാങ്ങിച്ചു കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ അത്രയധികം തിരക്കാണ്. അവിടെ കയറാൻ തന്നെ ക്യൂ ആണ്. പിന്നെ ബില്ലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയാവും ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പുറത്തുനിന്ന് സ്നാക്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് പർച്ചേസൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ചിക്കുവിന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ ലിസ്റ്റൊക്കെ ഉണ്ടാവും എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ആദ്യമേ പറഞ്ഞേക്കും. അപ്പോൾ ഇപ്രാവശ്യം പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ സംസമിൽ വന്നതാണ്. ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. അങ്ങനെ ചിക്കു പറഞ്ഞ ഷവർമ, അൽഫാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചിക്കുവിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന ഐറ്റംസ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിക്കുകയാണ്. ഇതൊക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ കാലമായിട്ട് തിന്നാനൊന്നും കിട്ടിയിട്ട് കഴിക്കണ പോലെയാണ് കഴിക്കുന്നത്. എനിക്ക് ഒരു സിനിമയുണ്ടല്ലോ, മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറഞ്ഞ സിനിമയിലെ ബിജു മേനോനെയാണ് എനിക്കിപ്പോഴും ഓർമ്മ വന്നത് ഇതൊക്കെ കാണുന്ന സമയത്ത്. അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവൾ ചിക്കു മിൻറ്റ് ലൈമാണ് കുടിക്കാനായിട്ട് ഓർഡർ ചെയ്ത്. അപ്പോൾ അതെല്ലാം കഴിച്ചു ഞങ്ങളിവിടുന്ന് ഇറങ്ങാണ്. ഇപ്പം ഒരു ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോവാണ്. കുറേ കാലമായി തിയേറ്ററിൽ പോയിട്ടൊരു ഫിലിം കണ്ടിട്ട്. കൊറോണ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിനധികമായി തിയേറ്ററിൽ പോയിട്ടെന്ന് തന്നെ പറയാം. തിയേറ്ററിൽ പോയി കാണുന്നത് ഒരു പ്രത്യേക ഒരു സുഖമാണല്ലോ. അപ്പോൾ ഇവിടെ തിയേറ്ററിലെത്തി. സെൻട്രൽ മോളിലെ തിയേറ്ററിലാണ്. മ്യാവൂ എന്നാണ് ഫിലിമിൻ്റെ പേര്. ഫിലിം എങ്ങനെയുണ്ട്, നല്ലതാണോന്നൊന്നും അറിയില്ല. ആരും പറഞ്ഞൊന്നും കേട്ടില്ല. എന്നാണ് ഞാൻ ആ ഫിലിമിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. ബുക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത്. എന്തായാലും ചുമ്മാ കയറി കാണാം എന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ കയറുകയാണ്. അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ സ്ക്രീനിൽ മറ്റേ എന്നൻപിള്ള ഗോഡ് ഫാദറിൽ പറയില്ലേ, കയറി വാടാ മക്കളെ എന്ന്. അങ്ങനെയാണ് ഇതിപ്പം സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബാക്കിലാണ് സീറ്റ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ ശരിക്കും തിയേറ്ററിലൊക്കെ ഒന്നിടവിട്ട സീറ്റുകളിലാണ് ഇപ്പം റിസർവേഷനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 50% സീറ്റുള്ളൂ. പക്ഷെ കയറി കഴിഞ്ഞ് ഫാമിലിയൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങനെ കയറി അടുത്തടുത്തൊക്കെ തന്നെ ഇരുന്നു. കാരണം വീട്ടിലെല്ലാവരും ഒരുമിച്ച് തന്നെയല്ലേ, പിന്നെ എന്താ ഇപ്പോൾ തിയേറ്ററിൽ ഇത്രയും നേരം ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നിട്ടൊട്ട സീറ്റ് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അത്രയും സീറ്റുകളൊക്കെ കാലിയായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ സിനിമ കാണട്ടെ. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല, വെറുതെ കണ്ടിരിക്കാം എന്നുള്ളൊരു ഫീലിംഗാണ്. അങ്ങനെ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ചിക്കുവിന് പോകേണ്ട ദിവസമാണ്. അന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഹെൽത്തി ബിരിയാണി, ഇന്നലെ നല്ല കുറച്ച് ഹെവി ആയിരുന്നല്ലോ ഫുഡൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. എൻ്റെ റെസിപ്പി വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വ്ളോഗിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ വ്ളോഗിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ചിക്കും അച്ഛനും കൂടി ചിക്കുവിനൊരു പ്രോജക്റ്റ് ഉണ്ട് കോളേജിലേക്ക്, കുട്ടി വാഴേനെ നടുകയാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കുന്നുണ്ട്, അച്ഛൻ വീഡിയോ എടുക്കും, മോള് കുഴിക്കും. ചിക്കു BSc അഗ്രികൾച്ചർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കലൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യാനായിട്ട്. അപ്പോൾ അത് വീഡിയോ ഒക്കെ എടുത്ത് ഒരു പ്രോജക്റ്റായിട്ടൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ചിക്കൻ്റെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുപോകാനല്ല, ചിക്കുവിന് അവിടെ നോൺ വെജ് ഒന്നും കേട്ടില്ല ഹോസ്റ്റലിലൊന്നും. അപ്പോൾ ചിക്കു വരുന്ന സമയത്ത് കുറേ ലിസ്റ്റ് പറഞ്ഞതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം ചിക്കൻ്റെ അച്ചാറായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കൂട്ടാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്ന് കാണിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ രാത്രിയായി, ഞങ്ങൾ ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിച്ചു. മോളെ ബസ് കയറ്റാനായിട്ട് പോവുകയാണ്. രാത്രി 10 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. RT-PCR റിസൾട്ടൊക്കെ വന്നു നെഗറ്റീവാണ്. അപ്പം അതുകൊണ്ടേ പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിക്കു ആദ്യമായിട്ടാണ് ബസ്സിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. കാരണം എപ്പോഴും ട്രെയിനിലാണ് വരാറ്, പക്ഷേ ഇപ്പം ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലായിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിലൊന്നും ടിക്കറ്റ് ഇല്ല. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം ഫുള്ളായിപ്പോയി. അങ്ങനെ പിന്നെ അവസാനം KSRTCയിൽ ബുക്ക് ചെയ്ത് വന്നതാണ്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വരാനായിട്ടെന്ന് പറഞ്ഞു, കാരണം ഭയങ്കര കുലുക്കമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അത്രയും രാത്രി മുഴുവനും ഇരിക്കേണ്ടതല്ലേ. എന്നാലും ഇപ്പം വേറെ നിവൃത്തിയില്ല, അപ്പം ഇതിൽ തന്നെയാണ് പോകുന്നത്. ചിക്കുവിൻ്റെ ബാഗ് കണ്ടിട്ട് പേടിക്കണ്ട, മൊത്തം സ്നാക്സാണ് ചിക്കുവിനും ഫ്രണ്ട്സിനും കഴിക്കാനുള്ളത്. അത് റീഫിൽ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. കാരണം ഹോസ്റ്റലിൽ കയറി കഴിഞ്ഞാൽ അവരെ പുറത്തേക്കൊന്നും വിടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴിക്കാനുള്ളതെല്ലാം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വരുന്നതും, ട്രിവാൻഡ്രത്തുനിന്ന് ആരും ഇല്ലാതെ. കൊല്ലത്തുനിന്ന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കൊല്ലം വരെ ചിക്കു ഒറ്റയ്ക്കായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ പോകുന്നത് എന്തോ ഒരു ടെൻഷനാണ്. ട്രെയിനാകുമ്പോൾ എന്തോ അറിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു സേഫാണെന്നൊരു തോന്നലുണ്ട് എപ്പോഴും. എന്നാലും പിന്നെ എല്ലാം പഠിക്കട്ടെ, കുട്ടികളൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ, എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ അറിഞ്ഞ് വേണമല്ലോ വളരാനായിട്ട്. പോകാനുള്ള ബസ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ പോവുകയാണ്. ഉടനെ തന്നെ ലീവുണ്ട്, പൊങ്കലിന് ഹോളിഡേയ്സ് കുറച്ച് ദിവസമുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും വരും. അതുകൊണ്ട് വലിയൊരു അങ്ങനെ ഒരു വിഷമമൊന്നും തോന്നുന്നൊന്നുമില്ല. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ആ ഒരു ലോകത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം അടുത്ത വർഷമായി 2022. എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ദ ബെസ്റ്റ് ഇയർ ഇൻ അവർ ലൈഫ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വർഷമായി മാറട്ടെ നമുക്ക് എല്ലാവർക്കും 2022. അപ്പോൾ ഈ ഒരു കൊച്ചു വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.